हरे कृष्णा। ഹരേ കൃഷ്ണ പ്രഭു, തുടങ്ങണം പ്രഭു. കേൾക്കുന്നുണ്ടോ? ഓക്കെ കേൾക്കാം ഓക്കെ. പ്രഭു, കേൾക്കാം. जय राधा माधव, जय कुंज बिहारी। जय राधा माधव, जय कुंज बिहारी। जय गोपीचन वल्लभ, जय गिरिवरदारी। जय गोपीचन वल्लभ, जय गिरिवरदारी। यशोदनंदन ब्रज जनरंजन, यशोदनंदन ब्रज जनरंजन। यमुना तीरा वनचारी, यमुना तीरा वनचारी। जय राधा माधव, जय कुंज बिहारी। जय राधा माधव, जय कुंज बिहारी। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। जय हो राधा कृष्णा, जय हो राधा कृष्णा, जय हो राधा कृष्णा, जय हो ललित विशाख, जय हो जगन्नाथ, जय हो जगन्नाथ, जय हो बलदेवा, जय सुभद्रामयी, जय गौरानिताय, जय गौरानिताय, जय गौरानिताय, जय गौरानिताय, जय प्रभुपदा, जय प्रभुपदा, जय प्रभुपदा, जय प्रभुपदा, जय गुरुदेवा, जय गुरुदेवा, जय गुरुदेवा, जय गुरुदेवा। जय
श्री राधा कृष्ण की जय, जगन्नाथ बलदेव सुभद्रा मैया की जय, गौर निताई की जय, निताई गौर हरि प्रेमानंदे हरि हरि। हरे कृष्णा। ओम नमो भगवते वासुदेवाय, भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतेरुत्तमश्लोके भक्तिर्भवति नैष्ठिकी। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय श्रीगोविन्दाय नमो नमः। जय श्री कृष्ण चैतन्य प्रभो नित्यानंद, श्री अद्वैत गदाधर शिवासदि गौर भक्त वृंद। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ കോടി കോടി പ്രണാമം. നമ്മളിന്ന് ശ്രീമദ് ഭാഗവതം 1-ാമത്തെ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായത്തിലെ 43-ാമത്തെ ശ്ലോകമാണ് നോക്കുന്നത്. ഈ അധ്യായത്തിന്റെ പേര് കുന്തി മഹാറാണിയുടെ പ്രാർത്ഥന എന്നാണ്. ഇത് എന്താ പറയാ, ഒരു നമുക്ക് പ്രാർത്ഥന കമ്പോസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടിയിട്ട് ഈ ഉത്തമ ഭക്തന്മാരുടെ പ്രാർത്ഥനകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിന്റെ ഫലം കിട്ടും. ആയതുകൊണ്ട് ഈ പ്രാർത്ഥനകൾ, ശ്രീമദ് ഭാഗവതത്തിലെ പ്രാർത്ഥനകളെല്ലാം മെയിനായിട്ട് നമ്മൾ കുന്തി മഹാറാണി പ്രേയേഴ്സ്, ഭീഷ്മദേവ്, പിന്നെ ബ്രഹ്മാവിന്റെ പ്രേയേഴ്സ്, പിന്നെ ഗജേന്ദ്രന്റെ പ്രേയേഴ്സ്, ഇങ്ങനെ കുറച്ച് പ്രേയേഴ്സുകളുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഹിസ് ഹോളിനസ് മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജന് ഈ കുന്തി പ്രേയേഴ്സും അതേമാതിരി മഹാരാജ് വളരെയധികം സ്ട്രെസ് ചെയ്യുന്ന ഒന്നാണ് ഭീഷ്മസ്തുതിയും. അപ്പൊ കഴിയുമെങ്കിൽ നിങ്ങളെല്ലാം ഇത് കാണാപാഠം പഠിച്ച് വളരെ ഗുണമായിരിക്കും. അപ്പൊ നമുക്ക് ഈ ശ്ലോകം നോക്കാം. ശ്രീകൃഷ്ണ കൃഷ്ണ സഖവൃഷ്ണി ഋഷഭാവ നിദ്രോ രാജന്യവംശദഹനാനപവർഗ വീര്യ ഗോവിന്ദ ഗോദിജ സുരാർത്തി ഹരാവതാര യോഗേശ്വരാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീകൃഷ്ണ കൃഷ്ണ സഖവൃഷ്ണി ഋഷഭാവ നിദ്രോ രാജന്യവംശദഹനാനപവർഗ വീര്യ ഗോവിന്ദ ഗോദിജ സുരാർത്തി ഹരാവതാര യോഗേശ്വരാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീകൃഷ്ണ കൃഷ്ണ സഖവൃഷ്ണി ഋഷഭാവ നിദ്രോ രാജന്യവംശദഹനാനപവർഗ വീര്യ ഗോവിന്ദ ഗോദിജ സുരാർത്തി ഹരാവതാര യോഗേശ്വരാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീകൃഷ്ണ കൃഷ്ണ സഖവൃഷ്ണി ഋഷഭാവ നിദ്രോ രാജന്യവംശദഹനാനപവർഗ വീര്യ ഗോവിന്ദ ഗോദിജ സുരാർത്തി ഹരാവതാര യോഗേശ്വരാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ കൃഷ്ണ. ആരെങ്കിലും വായിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വായിച്ചേക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മതജി. ശ്രീകൃഷ്ണ കൃഷ്ണ സഖവൃഷ്ണി ഋഷഭാവനിതൃ രാജന്യവംശദഹനാനപവർഗ വീര്യ ഗോവിന്ദ ഗോദ്വിജ സുരാർത്തി ഹരാവതാര യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ.
ശ്രീകൃഷ്ണ കൃഷ്ണ സഖ വൃഷ്ണി വൃഷഭാവനേത്രോ രാജന്യവംശധവന വീര്യ ഗോവിന്ദ ഗോദിച്ച സുരാർത്തി ഹരാവതാര യോഗേശ്വരാഖില ഗുരോ ഭഗവൻ നമസ്തേ. വെരി ഗുഡ്, വെരി ഗുഡ്. വേറെ ആരെങ്കിലും ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. കൃഷ്ണ സഖ വൃഷ്ണ്യർഷഭാവനിദ്രുക് രാജന്യവംശദഹനാനപവർഗവീര്യ ഗോവിന്ദ ഗോദ്വിജ സുരാർത്തി ഹരാവതാര യോഗേശ്വരാഖില ഗുരോ ഭഗവാൻ നമസ്തേ. ഹരേ കൃഷ്ണ. ഭയപ്പെടേണ്ട മാതാജി, ഹരേ ഇത് കൃഷ്ണ വളരെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ കൃഷ്ണ സഖ വൃഷ്ണിർഷഭാവന ദൃഗ് രാജന്യവംശധനാന പവർഗ വീര്യ ഗോവിന്ദ ഗോദ്വിജ സുരാർത്തി ഹരാവതാര യോഗേശ്വരാഖില ഗുരു ഭഗവാൻ നമസ്തേ. വെരി ഗുഡ്. ഒന്ന് നിർത്തി ചൊല്ല്. ഹരേ ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ കൃഷ്ണ സഖ വൃഷ്ണുർഷഭാവനിതൃ രാജന്യവംശദഹനാനപവർഗ വീര്യ ഗോവിന്ദ ഗോദ്വിജ സുരാർത്തിരഹാരവതാര യോഗേശ്വരാഖില ഗുരോ ഭഗവൻ നമസ്തേ. വെരി ഗുഡ്, വെരി ഗുഡ്. വേറെ ആരെങ്കിലും ഉണ്ടോ വായിക്കാൻ? ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ കൃഷ്ണ സഖ വിഷ്ണുർഷഭാവനിധൃക് രാജന്യവംശദഹനാനപവർഗ വീര്യ ഗോവിന്ദ ഗോദ്വിജ സുരാർത്തി ഹരാവതാര യോഗേശ്വരാഖില ഗുരു ഭഗവൻ നമസ്തേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും ഉണ്ടോ? പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ കൃഷ്ണ സഖ വിഷ്ണു സ്വഭാവനിധൃക് രാജന്യവംശദഹനാനപവർഗ വീര്യ ഗോവിന്ദ ഗോദ്വിജ സുരാർത്തി ഹരാവതാര യോഗേശ്വര അമിത ഗുരു ഭഗവൻ നമസ്തേ. വെരി ഗുഡ്, വെരി ഗുഡ്. വേറെ ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഓക്കെ, ഞാനൊരു പ്രാവശ്യം കൂടി ഇത് ചൊല്ലിത്തരാം. ശ്രീകൃഷ്ണ കൃഷ്ണ സഖ വൃഷ്ണി ഋഷഭാവനിധൃക് രാജന്യവംശദഹനാനപവർഗ വീര്യ ഗോവിന്ദ ഗോദ്വിജ സുരാർത്തി ഹരാവതാര യോഗേശ്വരാഖില ഗുരോ ഭഗവൻ നമസ്തേ. നിങ്ങള് ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഭാഗവത പ്രിയന്മാരിൽ നിന്നും ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നതാണ്. എനിക്ക് കൂടുതലായിട്ട് ഇതിന് ഒന്നും പറയാനില്ല. പക്ഷെ ഞാൻ കേട്ടത് അതേമാതിരി പഠിച്ചുകൊണ്ടിരിക്കുന്നതും മറ്റ് ആളുകളിൽ നിന്നും കേട്ടിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പൊ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്ലോകങ്ങള് നമ്മൾക്ക് കേൾക്കുമ്പോൾ ഒരു ഇമ്പം ഉണ്ടാവണം. അതായത് ഈ ശ്ലോകങ്ങളെല്ലാം നമുക്ക് സാധാരണ നമ്മുടെ കാതിലൂടെ നമ്മുടെ ഹൃദയത്തിൽ വരണം. ശ്രീമദ് ഭാഗവതത്തിൽ ഒരു ശ്ലോകമുണ്ട്. പ്രവിഷ്ട കർണരന്ധ്രേന സ്വാനം ഭാവസരോരുഹം ധുനോതി ശമലം കൃഷ്ണ ശലിലസ്യ യഥാ ശരത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഭഗവാന്റെ നാമം ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് ചൊല്ലുന്ന സമയത്ത് ഭക്തന്മാരുടെ അല്ലെങ്കിൽ ആരാണോ അത് കേൾക്കുന്നത് അവരുടെ കാതിലൂടെ പ്രവേശിക്കും. പ്രവിഷ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവേശിക്കുകയാണ്. എങ്ങനെ പ്രവേശിക്കുന്നത്? കർണരന്ധ്രേണ, നമ്മുടെ കർണത്തിലൂടെയാണ് പ്രവേശിക്കുന്നത്. ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ദേവകി വസുദേവര് കംസന്റെ
ആ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഭഗവാൻ ദേവയുടെ ഗർഭത്തിലേക്ക് വന്നത് ഹൃദയത്തിലൂടെയാണ്. സാധാരണ നമ്മുടെ മാതിരിയുള്ള ഈ ആളുകള് ഭാര്യാഭർത്ത ബന്ധത്തിലൂടെയല്ല ഭഗവാൻ എന്തുണ്ടായിട്ടുള്ളത് അവതരിച്ചിരിക്കുന്നത്. അത് ഹൃദയത്തിലൂടെ ഭഗവാൻ ദേവകിയുടെ ഹൃദയത്തിലൂടെ ഭഗവാൻ പ്രവേശിച്ചു. ഇവിടെ ഭഗവാൻ പറയണത്, ഭാഗവതത്തിൽ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭക്തന്മാരുടെ ആരാണോ ശ്രദ്ധയോട് കൂടിയിട്ട് ഷണ്വതാം ശ്രദ്ധയാ നിത്യം ഗൃണതശ്ച സ്വചേഷ്ടിതം കാലേന ന അതിദീർഘേന ഭഗവാൻ വിശദേ ഹൃദി. അപ്പോ ഷണ്വതാം ശ്രദ്ധയാ നിത്യം, ആരാണോ ശ്രദ്ധയോട് കൂടിയിട്ട് നിത്യം ഭാഗവത സേവയാ എന്നും ഭാഗവതം കേൾക്കുന്നത്, ഷണ്വതാം ശ്രദ്ധയാ നിത്യം ഗൃണതശ്ച സ്വചേഷ്ടിതം, അതായത് സ്വചേഷ്ടിതം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാന്റെ ചേഷ്ടകള്, സ്വചേഷ്ടിതം അവന്റെ, ഭഗവാന്റെ. അപ്പോ ഷണ്വതാം ശ്രദ്ധയാ നിത്യം, അതും ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ നമ്മൾ കേൾക്കണം. ഷണ്വതാം ശ്രദ്ധയാ നിത്യം ഗൃണതശ്ച സ്വചേഷ്ടിതം കാലേന ന അതിദീർഘേന ഭഗവാൻ വിശദേ ഹൃദി. അപ്പൊ ഭഗവാൻ അധികം സമയമെടുക്കാതെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹൃദയത്തില് നമുക്ക് കാഴ്ച തരുന്നു. അപ്പൊ ഈ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിന്റെ ഫലമായിട്ട് ഭഗവാൻ പ്രവിഷ്ടകർണരന്ത്രേണ, ഭഗവാൻ നമ്മുടെ കാതിലൂടെ നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നു. എന്നിട്ട് ഭഗവാൻ അവിടെ വെറുതെ ഇരിക്കുന്നില്ല. പ്രവിഷ്ടകർണരന്ത്രേണ സ്വാനം ഭാവസരോരുഹം. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ഇച്ഛാനുസരണം എന്ത് ചെയ്യാണ് ഭഗവാൻ? അതായത് ഈ ചുമ്മാ ഇച്ഛാനുസരണമല്ല, അതിനോടിയിട്ട് പ്രവർത്തിക്കണം. ആ പ്രവൃത്തിയിൽ സന്തുഷ്ടനായിട്ട് ഭഗവാൻ എന്ത് ചെയ്യാണ്? ഭഗവാൻ ഭക്തന്റെ കാതുകളിലൂടെ, ഭക്തന്റെ കാതുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാൻ എങ്ങനെയാ വരുന്നത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഭഗവാന്റെ തിരുനാമത്തിലൂടെ. അല്ലെങ്കിൽ ശ്രീവല്ലഭേതി വരദേതി ദയാ പരേതി ഭക്തപ്രിയേതി ഭവലുന്തന കോപിതേതി നാദേതി നാഗശയനേതി ജഗന്നിവാസേ ഖ്യാലാപിനാം പ്രതിദിനം കുരുമാം മുകുന്ദ. ഇത് മുകുന്ദമാല സ്തോത്രത്തിൽ കുലശേഖര ആൾവാർ എഴുതിയിട്ടുള്ളതാണ്. എന്താ പറയണത്? ശ്രീവല്ലഭേതി, അതായത് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കണം. എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? കാതുകളിലൂടെ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ കുറിച്ച് പാടണം, കേൾക്കണം. അപ്പൊ അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യാണ്? നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നു. അതായത് നമ്മൾ സാധാരണ നമ്മൾ ഈ പ്രാർത്ഥനകൾ, ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രാർത്ഥനകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മളെ കൊണ്ട് സംസ്കൃത പ്രാർത്ഥനകളൊന്നും എഴുതാൻ സാധ്യമല്ല. ഇനി നമ്മുടെ പ്രാർത്ഥനകള് അത്രയും പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് പറയാനും പറ്റില്ല. നമുക്ക് എന്തിനാണ് സ്വന്തമായിട്ട് പ്രാർത്ഥനകൾ എഴുതുന്നത്? ഓൾറെഡി പ്രാർത്ഥനകള് ഉത്തമ ഭക്തന്മാർ നമുക്ക് തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ ഈ പ്രാർത്ഥനകൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ വന്നോളും. ഹൃദയത്തിൽ വന്നിട്ട് ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? ധുനോതി, ഭഗവാൻ പതുക്കെ പതുക്കെ അവിടെ ക്ലീൻ ചെയ്യുന്നു, വൃത്തിയാക്കുന്നു നമ്മുടെ ഹൃദയം. ധുനോതി ശമലം കൃഷ്ണ. എങ്ങനെയാണ് ഭഗവാൻ അത് ക്ലീൻ ചെയ്യുന്നത്? ശലിലസ്യ യഥാശരത്, അതായത് മഴ സമയത്ത് ഒരുപാട് കലങ്ങിയ വെള്ളം ഒരു നദിയിൽ ഉണ്ടായിരിക്കും. പക്ഷേ അത് കുറെ സമയം ആ മഴ മാറിക്കഴിഞ്ഞ് കുറെ ഇരുന്ന് കഴിഞ്ഞാൽ തെളിഞ്ഞു പോകും. അതേമാതിരി നമ്മുടെ ഹൃദയത്തിലും ഭഗവാൻ അങ്ങനെ വന്ന് കുടികൊണ്ട് കുറച്ചവിടെ ഇരിക്കുമ്പോൾ പതുക്കെ പതുക്കെ ഭഗവാൻ എന്ത് ചെയ്യാണ്? നമ്മുടെ ഹൃദയത്തിലെ ആ അഴുക്കുകളെല്ലാം മാറ്റി നമ്മുടെ ഹൃദയം എന്താക്കും? പരിശുദ്ധമാക്കി തീർക്കും. അപ്പൊ നമ്മൾ ഈ കേൾക്കുന്ന ശ്ലോകങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഓരോരോ ശ്ലോകങ്ങളും ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ട്
അത് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ എൻജോയ് ചെയ്തില്ലെങ്കിൽ കൂടിയിട്ട് അത് ഭഗവാന് സംതൃപ്തി കൊടുക്കും. ഇനി ചിലവർ ചോദിച്ചേക്കാം, പ്രഭു നമുക്ക് ചൊല്ലാനൊന്നും പറ്റില്ല, പാടാനൊന്നും അറിയില്ല പ്രഭു, നിങ്ങളുടെ കഴിവിനനുസരിച്ച് ചെയ്താൽ മതി. ഭഗവാന്റെ മറ്റൊരു പേരെന്താണ്? ഭാവഗ്രാഹി ജനാർദ്ദന. നമ്മുടെ ഭാവം ഭഗവാൻ മനസ്സിലാക്കിക്കൊള്ളും. അതിന് നിങ്ങൾ യേശുദാസോ അല്ലെങ്കിൽ SP ബാലസുബ്രഹ്മണ്യമോ അല്ലെങ്കിൽ ജയചന്ദ്രനൊന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ ഭാവം ഭഗവാന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഒരല്പം എൻഡിവർ, കുറച്ച് എന്താണ് എൻഡിവർ എന്ന് പറയും. എൻഡിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാളത്തിൽ എന്താ പറയുന്നത്? പ്രയത്നാണോ പ്രഭു? യെസ്, പ്രയത്നം. അപ്പൊ നമ്മുടെ കുറച്ച് പ്രയത്നം അത്യാവശ്യമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ശ്ലോകം ശ്രീകൃഷ്ണ കൃഷ്ണ സഗവൃഷ്ണി ഋഷഭാവ നിദ്രോ രാജന്യവംശദഹനാനഭവർഗ വീര്യ ഗോവിന്ദ ഗോദ്വിജ സുരാർത്തി ഹരാവതാര യോഗേശ്വരാഖില ഗുരോ ഭഗവൻ നമസ്തേ. ആരെങ്കിലും അതിന്റെ വേർഡ് ടു വേർഡ് മീനിങ്ങും ട്രാൻസ്ലേഷനും ഒന്ന് മലയാളത്തിൽ വായിച്ചേക്കോ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹരേ കൃഷ്ണ. പ്രണാമം. വായിക്കട്ടെ. ഹരേ കൃഷ്ണ, വായിച്ചോളൂ മാതാജി. Translation and purport by Sri A.C. Bhaktivedanta Swami Prabhupada ki jai. അല്ലയോ കൃഷ്ണ, അർജുന തോഴ, അല്ലയോ വൃഷ്ണി വംശാധിപ, പ്രപഞ്ച നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ശക്തികളുടെ അന്തകനാണ് അങ്ങ്. അങ്ങയുടെ ശൗര്യം ഒരിക്കലും ക്ഷയിക്കുന്നില്ല. അതീന്ദ്രിയ ധാമത്തിന്റെ നിയന്താവാണ് അങ്ങ്. ഭക്തർക്കും ബ്രാഹ്മണർക്കും ഗോക്കൾക്കും ഉണ്ടാകുന്ന എല്ലാ കൊടിയ വിപത്തുകളിൽ നിന്നും അങ്ങ് അവരെ സംരക്ഷിക്കുന്നു. എല്ലാ ദിവ്യശക്തികളും അങ്ങയിൽ കുടികൊള്ളുന്നു. ഈ സമഗ്ര പ്രപഞ്ചത്തിന്റെയും ഗുരുവാണ് അങ്ങ്. സർവശക്തനായ പരമദൈവം അങ്ങാകുന്നു. അനന്തശക്തിമാനായ അങ്ങയെ ഞാൻ സാദരം പ്രണമിക്കുന്നു. ഭാവാർത്ഥം. പരമപുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ സംബന്ധിച്ച സംക്ഷേപ വിവരണം ശ്രീമതി കുന്തി ദേവി ഇവിടെ നൽകിയിട്ടുണ്ട്. സർവശക്തനായ ഭഗവാന് അദ്ദേഹത്തിൻ്റെതായ ശാശ്വത അതീന്ദ്രിയ ധാമമുണ്ട്. അവിടെ അദ്ദേഹം സുരഭി ഗോക്കളെ പരിപാലിക്കുന്നതിൽ വ്യാപൃതനായിരിക്കും. അനേകായിരം ഐശ്വര്യ ദേവതകളാൽ പരിസേവിതനാണ് അദ്ദേഹം. തന്റെ ഭക്തരെ പുനരാർജിക്കാനും ഭരണ ചുമതലയുള്ളവർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സമാധാന ഭഞ്ജക ഘടകങ്ങളാകുന്ന രാഷ്ട്രീയ കക്ഷികളെ കൂട്ടത്തോടെ ഉന്മൂലനം ചെയ്യാനും ഭഗവാൻ അവതരിക്കുന്നു. അനന്തമായ ശക്തിയാൽ അദ്ദേഹം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിർവഹിക്കുന്നു. എങ്കിലും അദ്ദേഹം ശക്തിക്ഷയം സംഭവിക്കാതെ സദാ വീര്യസമ്പൂർണനായി നിലകൊള്ളുന്നു. ജീവാത്മാക്കളുടെ പൊതുക്ഷേമത്തിന് മുഖ്യ ഘടകങ്ങളാകയാൽ ഗോക്കളും ബ്രാഹ്മണരും ഭഗവത് ഭക്തരും ഒക്കെ അദ്ദേഹത്തിന്റെ സവിശേഷ അഭീഷ്ടത്തിന് പാത്രമാണ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാമയ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപതകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാൻവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാംബിധാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വംശകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ കോടി കോടി പ്രണാമം. ഒരിക്കൽ കൂടി അപ്പൊ ശ്രീമദ് ഭാഗവതത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഭക്തന്മാരുടെയും അനുഗ്രഹം നിങ്ങൾ ആരാണോ സ്പീക്കർ അദ്ദേഹത്തിന് കൊടുക്കണം. സുഖദേവ ഗോസ്വാമി
സുഖദേവ ഗോസ്വാമിയിൽ നിന്നും ശ്രീല സൂത ഗോസ്വാമി ശ്രീമദ് ഭാഗവതം കേട്ടു. അങ്ങനെ നൈമിഷ്യാരണ്യത്തില് സൂത ഗോസ്വാമിയെ കണ്ടപ്പോൾ അവിടെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഒരുപാട് ഭക്തന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരും എന്ത് ചെയ്തു? സൂത ഗോസ്വാമിയോട് ഭഗവാന്റെ ലീലകളെ കുറിച്ചിട്ട്, അതായത് ഭഗവാനെ കുറിച്ചിട്ട് വർണ്ണിക്കാൻ പറയണു. അദ്ദേഹം അത് വർണ്ണിച്ചു തരും. പക്ഷേ അങ്ങനെ വർണ്ണിക്കുന്നതിനേക്കാൾ മുമ്പ് അദ്ദേഹം എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ വളരെ ക്വാളിഫൈഡ് ആളാണ്, എനിക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ സാധിക്കും എന്നുള്ള ചിന്തകൾ നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും. അതെല്ലാം വെറുതെയാണ്. ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും, അല്ലെങ്കിൽ ഗുരുവിന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഭഗവത് ഭക്തന്മാരുടെയും ഗുരുക്കളുടെയും അതേമാതിരി ഭഗവാന്റെയും അനുഗ്രഹത്തോട് കൂടിയിട്ട് നമുക്ക് ഈ പർപ്പട്ടൊന്ന് നോക്കാം. ഇവിടെ എന്താണ് ശ്രീല പ്രഭുപാദ് പറഞ്ഞു തരുന്നത്? ഇതിന്റെ ട്രാൻസ്ലേഷനിൽ ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്. എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല്, സോറി, കുന്തിദേവി പറയുന്നുണ്ട്, അല്ലയോ കൃഷ്ണ, അർജുനന്റെ സഖയായിട്ടുള്ള കൃഷ്ണ, അതേമാതിരി വൃഷ്ണികുലത്തിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഭഗവാനെ, അങ്ങ് എല്ലാത്തിനെയും നാശം ചെയ്യുന്നവനാണ്. അതായത് ഭൂമിയില് കഷ്ടങ്ങൾ കൊടുക്കുന്ന എല്ലാത്തിനെയും അങ്ങ് എന്ത് ചെയ്യുന്നു? ഇല്ലാതെയാക്കുന്നു. അങ്ങയുടെ ശക്തി ഒരിക്കലും ക്ഷയിക്കുന്നില്ല. അങ്ങ് ഈ അതീന്ദ്രിയ ലോകത്തിന്റെ അധിപനാണ്. അങ്ങ് ഇവിടെ വന്നിരിക്കുന്നത്, ഈ ഭൗതിക ലോകത്തിൽ വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് പശുക്കളുടെ കഷ്ടങ്ങൾ ഇല്ലാതെയാക്കാനും ബ്രാഹ്മണന്മാരെയും ഭക്തന്മാരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുമാണ് അങ്ങ് അവതരിച്ചിരിക്കുന്നത്. അങ്ങ് എല്ലാ അതീന്ദ്രിയ പവറും ഉള്ളവനാണ്. അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കണു. അങ്ങ് ഏറ്റവും വലിയവനായിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ അങ്ങേക്ക് എൻ്റെ സാഷ്ടാംഗം നമസ്കാരം ചെയ്യുന്നു എന്നാണ് കുന്തിദേവി പറഞ്ഞു കൊടുക്കുന്നത്. നമുക്കറിയാം കുന്തിദേവി ഭഗവാന്റെ ആരാണ്? ഹരേ കൃഷ്ണ. വസുദേവരുടെ സഹോദരി. ഓക്കെ, വസുദേവരുടെ അച്ഛന്റെ പേരെന്താണ്? ഉഗ്രസേന വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ കുന്തി മഹാറാണി ഭഗവാന് മരുമകൻ അല്ല, മരുമകൻ എന്ന് പറയാം, ഭഗവാൻ കുന്തി മഹാറാണിയുടെ മരുമകനാണ്. കുന്തി ഭഗവാന് അമ്മായി ആയിട്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ അമ്മായി ആയിരിക്കുന്ന കുന്തി ശ്രേഷ്ഠയായിട്ടുള്ള ഒരു ഭക്തയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, പുരുഷ മേധാവിത്വം സ്ത്രീകൾക്ക് നമ്മൾ ഇത് കൊടുക്കുന്നില്ല, സ്ത്രീകൾക്ക് ഇക്വാലിറ്റി കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ശ്രീമദ് ഭാഗവതത്തിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രേഷ്ഠനായിട്ടുള്ള ഒരുപാട് ഭക്തകള്, നമുക്ക് മീരാബായിയുടെ കാര്യം നോക്കാം, കുന്തി മഹാറാണിയെ നോക്കാം. അതേമാതിരി ശബരി, രാമായണത്തിൽ ശബരി ശ്രേഷ്ഠയായിട്ടുള്ള ഒരു ഭക്തയായിരുന്നപ്പോ സ്ത്രീകൾക്ക് നമ്മുടെ സനാതന ധർമ്മത്തിൽ തീർച്ചയായിട്ടും 100% ഈക്വാലിറ്റി കൊടുക്കുന്നുണ്ട്. ഇരുന്നിട്ടൊന്നുമില്ല. അത് ഈ മോഡേൺ ആയിട്ടുള്ള ആളുകൾ പറഞ്ഞു വരുത്തുന്ന ഒരു കാര്യമാണ്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം. പക്ഷെ ഇവിടെ കുന്തി മഹാറാണി വളരെ ശ്രേഷ്ഠയായിട്ടുള്ള ഒരു ഭക്തയാണ്. ആ ഭക്ത ഭഗവാനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അതായത് ഒരു ശ്രേഷ്ഠയായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ, അല്ലെങ്കിൽ ശ്രേഷ്ഠയായിട്ടുള്ള ഒരു സ്ത്രീക്ക് മാത്രമേ ഭഗവാൻ അങ്ങനെ പുകഴ്ത്തി പറയാൻ സാധിക്കുള്ളൂ.
ഈ കുന്തിദേവി ഈ ശ്ലോകത്തിൽ തന്നെ ഭഗവാന്റെ എല്ലാ കഴിവുകളെ കുറിച്ചും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. ആ വേർഡ് ടു വേർഡ് മീനിങ്ങിൽ നോക്കിക്കോളൂ. വേർഡ് ടു വേർഡ് മീനിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ആരാണ് യോഗ ഈശ്വര. ഭഗവാൻ ആരാണ്? യോഗേശ്വരനാണ്. പിന്നെ ഗോവിന്ദ, ഭഗവാന് ഗോവിന്ദ എന്ന് വിളിച്ചിരിക്കുന്നു. ഗോലോകധാമത്തിന്റെ അധിപനായിട്ടുള്ള ആളാണ് ഭഗവാൻ. അതല്ലാതെ വീണ്ടും വിളിക്കുന്നു ദഹന, ദഹിപ്പിക്കാൻ കഴിവുള്ള, എനിഹിലേറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ നശിപ്പിക്കുന്നവൻ. അതായത് ഭഗവാന്റെ 6 ഐശ്വര്യങ്ങളെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ല. ഭഗവാൻ 6 ഐശ്വര്യങ്ങളുണ്ട്. 6 ഐശ്വര്യമുള്ളവൻ മാത്രമേ ഭഗവാൻ ആവാൻ സാധിക്കുള്ളൂ. ആർക്കാണ് 6 ഐശ്വര്യങ്ങളെ കുറിച്ച് അറിയുന്നത്? ഭഗവാന്റെ ഷഡൈശ്വര്യങ്ങള് ആർക്കെങ്കിലും അറിയാ? ശ്ലോകം അറിയോ? ഭാഗവതത്തിൽ ഒരു ശ്ലോകമുണ്ട്. ഭാഗവതത്തിലല്ല, ഈ 6 ഷഡൈശ്വര്യങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് വെരി ഗുഡ്, വെരി ഗുഡ്. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്വിയഃ ജ്ഞാന വൈരാഗ്യോശ്ചൈവ ഷണ്ണൻ ഭാഗാൻ ഇതീം ഗണ. ഈ ഷഡൈശ്വര്യങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്ന വ്യക്തി ആരാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വെരി വെരി ഗുഡ്. പരാശര മുനിയാണ് നമുക്ക് ഈ ഭഗവാന്റെ ഷഡൈശ്വര്യങ്ങളെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ ഈ ഷഡൈശ്വര്യങ്ങള്, ഈ 6 ഐശ്വര്യങ്ങൾ പൂർണ്ണമായിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ ഭഗവാനായി തീരാൻ സാധിക്കുള്ളൂ. ഒരുപാട് ആളുകള് ഞാൻ ഭഗവാനാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് വെറുതെ തമാശയ്ക്ക് പറയുന്നതാണ്. കാരണം അവരെ കൊണ്ടൊരിക്കലും ഭഗവാനായി തീരാൻ സാധിക്കില്ല. ഐശ്വര്യം പൂർണ്ണമായിട്ടുണ്ടാവണം. അപ്പൊ നമ്മൾ വലിയ വലിയ ആളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാല് അവർക്കുണ്ടാവുന്ന ഐശ്വര്യം താത്കാലികമാണ്. ഇപ്പൊ ഒരു കാലത്ത് ധീരുഭായ് അംബാനി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ മുകേഷ് അംബാനിക്കായി ആ വലിയ ആളെന്നുള്ള ഒരു ഖ്യാതി. പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ അത് മാറിയിട്ട് ചിലപ്പോൾ ബിൽഗേറ്റ്സിന് കിട്ടും, ചിലപ്പോൾ അത് മാറിയിട്ട് നമ്മുടെ ഇൻഫോസിസ് ചെയർമാൻ ആയിട്ടുള്ള ആൾക്ക് കിട്ടും. അപ്പൊ ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. സ്ഥിരമായിട്ട് ഒരാളുടെ അടുത്ത് ഇത്രയും നിൽക്കുന്നില്ല. പക്ഷെ ഇവിടെ ഭഗവാന്റെ അടുത്ത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം നമ്മള് ബ്രഹ്മസംഹിത നോക്കിക്കഴിഞ്ഞാല് അനേകായിരം ലക്ഷ്മികള് ഭഗവാനെ, ലക്ഷക്കണക്കിന് ലക്ഷ്മികള് ഭഗവാനെ സേവിക്കാൻ നിൽക്കുകയാണ്. ഇപ്പൊ ലക്ഷ്മി എവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ലക്ഷ്മി ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരും. അപ്പൊ എവിടെ ഭഗവാനുണ്ടോ അവിടെ ലക്ഷ്മി ദേവി ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് വരും. അപ്പൊ നമ്മള് ഒരു കാര്യം മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ, നമ്മുടെ ഭക്തി പെർഫെക്റ്റ് ആണോ? am I doing right devotional service? ഞാന് ഭക്തി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടാവണം. ഇവിടെ ഈ ശ്ലോകം നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങള് ഒരു 4 കാര്യങ്ങൾ മെയിനായിട്ടുണ്ട്. ഒന്ന്, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു വ്യക്തിയാണ്, ഈസ് പേഴ്സണൽ. അദ്ദേഹം ഒരു വ്യക്തിയാണ്, അതേമാതിരി ഹീസ് പവർഫുൾ. അദ്ദേഹം വളരെയധികം പവർഫുള്ളുമാണ്. ഇത് കുന്തി ദേവിയുടേതിലാണ് പറയുന്നത് കേട്ടോ. കുന്തി ദേവി നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാണ്. എന്താണ് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്? പേഴ്സണൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാൻ അർജുനന്റെ ഫ്രണ്ടാണ്. അർജുനനും ഭഗവാനും ദോസ്താണ്. അപ്പോ അത് പേഴ്സണൽ ആയി തീർന്നു. അപ്പോ ഭഗവാൻ എന്ന് പറഞ്ഞ അദ്ദേഹം വ്യക്തി, തീർച്ചയായിട്ടും ഭഗവാനെ വ്യക്തി എന്നും പറയാം. ഭഗവാനാണ് കേട്ടോ, നോർമൽ ആളല്ല.
അപ്പോ ഭഗവാൻ പേഴ്സണൽ ആണ്, അതേമാതിരി പവർഫുള്ളുമാണ്. എങ്ങനെയാണ് പവർഫുൾ എന്ന് പറയണത്? നമ്മളിപ്പോ കേട്ടു. അതായത് നശിപ്പിക്കാൻ, ദഹനാൻ അപവർഗ വീര്യ, ഇല്ലാതെയാക്കാൻ സാധിക്കും ഭഗവാന്. അപ്പൊ ഭഗവാൻ ഒരു വ്യക്തിയാണ്, പേഴ്സണൽ ആണ്, അതേമാതിരി വളരെയധികം ശക്തിമാനും കൂടിയാണ് ഭഗവാൻ. അദ്ദേഹം വളരെ ദൂരെയൊന്നുമല്ല നിൽക്കുന്നത്, ഭഗവാൻ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഭഗവാൻ ഒരുപാട് ദൂരെയൊന്നല്ല നിൽക്കുന്നത്, ഭഗവാൻ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. അടുത്തത്, ഇത് ഒന്നാമത്തത് കേട്ടോ. രണ്ടാമത്തെ കാര്യം, കൃഷ്ണൻ എല്ലാം കാണുന്നു. കൃഷ്ണൻ എല്ലാം കാണുന്നു. ഈ ശ്ലോകത്തിൽ നമ്മള് ഭവനി ദൃക് എന്ന് പറയുന്നുണ്ട്. ഭവനി ദൃക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന് പെർഫെക്റ്റ് വിഷൻ ഉണ്ട്. നമ്മുടെ വിഷൻ എല്ലാം ഇംപെർഫെക്റ്റ് ആണ്. നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മുടെ പെർസെപ്റ്റീവിലാണ് നമ്മളത് സംസാരിക്കുക. അദ്ദേഹം ശരിയല്ല കേട്ടോ, കണ്ടില്ലേ, അദ്ദേഹത്തിന്റെ നടത്തം കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവും ആള് ശരിയല്ല എന്നുള്ള വിവരം. അപ്പോ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഓൺ ആയിട്ടുള്ളൊരു എന്താ പറയണത്, ഒരു വിഷൻ ഉണ്ട്. പക്ഷെ ഭഗവാന്റെ വിഷൻ പെർഫെക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഭവാനി ദൃക് എന്ന് പറയണത്. ഭഗവാന് എല്ലാവരുടെയും വിഷമങ്ങളും കഷ്ടങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ പ്രത്യേകിച്ച് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഭഗവാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ എന്റെ ഭക്തന്മാരെ അനന്യശ്ചിന്തയന്തോ മാം, മറ്റു ചിന്തകളൊന്നുമില്ലാതെ, അനന്യം, അനന്യം എന്ന് വെച്ചാൽ അന്യം, വേറെ. അപ്പോ വേറെ ഒരു ചിന്തയുമില്ലാതെ, അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ, ആരാണോ എന്നെ ഉപാസിക്കുന്നത്, തേഷാം നിത്യാഭിയുക്താനാം, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ചെയ്യും. എന്താണ്? തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം, അവർക്ക് ഉള്ളതിനെ ഞാൻ നിലനിർത്തുകയും ഇല്ലാത്തതിനെ ഞാൻ കൊടുക്കുകയും ചെയ്യുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോ ഭഗവാന് എല്ലാവരുടെ കഷ്ടങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അപ്പോ രണ്ടാമത്തെ കാര്യം, കൃഷ്ണ എല്ലാം കാണുന്നു. ആദ്യത്തെ കാര്യം എന്താണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ വ്യക്തിയാണ്, പേഴ്സണൽ ആണ്, അതേമാതിരി പവർഫുള്ളുമാണ്. ഇനി മൂന്നാമത്തെ കാര്യം നമുക്ക് നോക്കാം. ഭഗവാന്റെ ഗുണങ്ങള്, ഭഗവാന്റെ ഗുണങ്ങള് നമ്മളെ മുക്തരാക്കും. ഭഗവാന്റെ ഗുണങ്ങൾ നമ്മളെ മുക്തരാക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവാനെ കുറിച്ച് ജപിക്കുന്നതോ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതോ നമ്മളെ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്യൂരിഫൈ ആക്കും. നമുക്കറിയാം ആരുടെ കഥയാണ്? അജാമിളന്റെ കഥ. അജാമിളൻ നാരായണ 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 എന്ന് വിളിക്കുക ചെയ്തത് അൺനോവിംഗ്ലി, അറിയാതെ, ഭഗവാന്റെ നാമത്തിന്റെ മഹിമ അറിയാതെ നാരായണ എന്ന് വിളിച്ച ജാമിളന് ഭഗവാൻ മോക്ഷം കൊടുത്തു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഭഗവാനെ കുറിച്ച് ഒരു അറിവില്ല. അതായത് നാരായണൻ എന്ന് പറഞ്ഞ വാക്കിന്റെ മഹിമ അറിയാതെയാണ് അജാമിളൻ തന്റെ മകന് നാരായണ എന്ന് പേരിട്ടത്. ആ മകന് നാരായണ എന്ന് പേരിട്ട് കഴിഞ്ഞപ്പോഴ് യമദൂതന്മാര് വന്നപ്പോൾ ഭയത്തില് തന്റെ ഇളയ മകനായ നാരായണനെ വിളിച്ചു. ഭഗവാനെ അല്ല വിളിച്ചത് അവിടെ. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹത്തിന് എന്തുണ്ടായി? മോക്ഷപ്രാപ്തി ഉണ്ടായി. അപ്പോ
ഭഗവാന്റെ ഗുണങ്ങൾ നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കും. അതേമാതിരി ഇത് വളരെ ലളിതമാണ്. നമ്മള് എവിടെയും പോയിട്ട് തപസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വനത്തിൽ പോയിട്ട് തപസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഭഗവാന്റെ തിരുനാമം ചൊല്ലിയിട്ട് ആ ഗുണങ്ങള് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോ ഇത് മൂന്നാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം എന്താണ് പറഞ്ഞത്? ഭഗവാൻ വളരെ പവർഫുൾ ആണ്. ഭഗവാൻ പവർഫുൾ ആണ്. രണ്ടാമത്തെ കാര്യം, ഭഗവാൻ എല്ലാം കാണുന്നു. മൂന്നാമത്തെ കാര്യം, ഭഗവാന്റെ ഗുണങ്ങള് നമ്മളെ എന്ത് ചെയ്യുന്നു? നമുക്ക് മുക്തി തരുന്നു. ഭഗവാന്റെ അതായത് ഭഗവാന്റെ ഗുണങ്ങള് നമുക്ക് മുക്തി തരുന്നു. ഇനി നമ്മൾ ഇതിനെ കുറിച്ച് വീണ്ടും ഒന്നും കൂടി പോകുകയാണെങ്കിൽ, നമുക്കിതിനെ കുറിച്ച് വീണ്ടും ഒന്നും കൂടി ഇതായിട്ട് എന്താണ് പറയണത്, ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ ഒന്ന് കാണാൻ സാധിക്കും, ഭഗവാൻ സുപ്രീം പ്രൊട്ടക്ടറാണ്. നമ്മളെ സംരക്ഷിക്കാൻ കഴിവുള്ള ഒരേ ഒരാളാണ് സുപ്രീം ആയിട്ട്. കാരണം കുന്തിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുന്തി മഹാറാണിയുടെ ഒരുപാട് കഷ്ടങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയില് അവിടെ കുന്തി മഹാറാണിയെ സംരക്ഷിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. കുന്തി മഹാറാണി മാത്രമല്ല, പഞ്ചപാണ്ഡവന്മാരെയും സംരക്ഷിക്കുന്നത് ഭഗവാനാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ആരാണ്? സുപ്രീം പ്രൊട്ടക്ടർ. അപ്പൊ ഈ 4 കാര്യങ്ങള് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക്. ഏതൊക്കെയാ കാര്യങ്ങളൊന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഒന്ന് റീക്യാപ്പ് ചെയ്യാൻ പറ്റുമോ? യെസ് പ്രഭു. ഭഗവാൻ പവർഫുൾ ആണ്. ഹിസ് വിഷൻ ഇസ് പെർഫെക്റ്റ്. ഭഗവാന്റെ ഗുണങ്ങൾ നമ്മെ മുക്തരാക്കും. ഭഗവാൻ സുപ്രീം പ്രൊട്ടക്ടർ. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിൽ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഭഗവാനുമായിട്ട് ക്ലോസ് ആവാൻ സാധിക്കും. റിഫ്ലക്ട്, ഭഗവാൻ പേഴ്സണൽ ആയതുകൊണ്ട് നമുക്ക് ഭഗവാനുമായിട്ട് വളരെ ക്ലോസ് ആവാൻ സാധിക്കും. നമ്മൾ കണ്ടിട്ടുണ്ട് 2 ആളുകളെ നമുക്ക് നോക്കാം ഇവിടെ. ഒന്ന് മീരാഭായി, മറ്റേതൊന്ന് ശബരി. ഇൻപേഴ്സണൽ. ശബരിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ലെ, ഭഗവാന് നമ്മള് ഭക്ഷിച്ചത് നിവേദിക്കാൻ പാടില്ല എന്ന്. പക്ഷെ ശബരി ആ പഴം കടിച്ചു നോക്കിയിട്ട് ഏറ്റവും മധുരമുള്ള പഴം മാത്രമേ ഭഗവാന് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ഭഗവാനായിട്ട് കരുതി വെക്കുന്നത് ഏറ്റവും മധുരമുള്ള എന്തായിരിക്കും? പഴങ്ങളായിരിക്കും, സാധാരണ പഴങ്ങളല്ല. അതൊരു ഭാവമാണ്. അപ്പൊ അത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? നമുക്ക് ആത്മസാക്ഷാത്കാരം നേടാൻ സാധിക്കും. ഇനി ഇതിൽ ആചാര്യന്മാരുടെ ഒരുപാട് കമന്ററികളുണ്ട്. ആചാര്യന്മാർ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക്. ശ്രീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ, അതേമാതിരി നമുക്ക് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി, ശ്രീധരസ്വാമി, ഇവരെല്ലാം ഇതിന് കമന്ററി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ശ്രീധർ സ്വാമിയുടെ കമന്ററി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കമന്ററികൾ നോക്കുമ്പോൾ എല്ലാം അന്തസത്ത ഒന്ന് തന്നെയാണ് കേട്ടോ, അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ കുന്തി മഹാറാണി ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്നു.
ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള സുപ്രീം പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞിട്ട്, അതായത് വൃഷ്ണികുലത്തിന്റെ ശ്രേഷ്ഠനായിട്ടുള്ള സംരക്ഷകനായിട്ടാണ് ഭഗവാൻ അറിയപ്പെടുന്നത്. അതേമാതിരി കഷ്ടം കൊടുക്കുന്നതിനെ ഇല്ലാതെയാക്കുന്നവൻ. ഇത് രണ്ടും ശ്രീധർ സ്വാമി പറയുന്നതാണ് അദ്ദേഹത്തിന്റെ കമന്ററിയിൽ. അടുത്തൊരു കാര്യം കൂടി ശ്രീധർ സ്വാമി പറയുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രവണം. നമുക്കറിയാം, ശ്രവണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. നമ്മളെല്ലാവരും ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കേൾക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷൺവതാം ശ്രദ്ധയാ നിത്യം. അപ്പൊ ഈ കേൾക്കുന്നത് ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. അങ്ങനെ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതും അതേമാതിരി ഭഗവാനെ പുകഴ്ത്തുന്നതും വളരെ നല്ലൊരു കാര്യമാണ്. അത് നമ്മുടെ ഹൃദയത്തിനെ സംശുദ്ധമാക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് ശ്രീധർ സ്വാമിയുടെ കമന്ററിയിൽ പറയണത്. ഇനി വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ എന്താണ് പറയണത് എന്ന് നോക്കിക്കഴിഞ്ഞാല്, ഭദ്രാണി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ഇവിടെ. ഈ ഭദ്രാണി എന്ന് വെച്ച് കഴിഞ്ഞാല് സർവമംഗളം എന്നാണ് അർത്ഥം. അപ്പൊ ഭഗവാൻ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് നമ്മൾ ചൊല്ലുന്ന സമയത്ത് എല്ലാ മംഗളമായി തീരും, ഒന്നും അമംഗളമായിട്ടുണ്ടാവില്ല. അപ്പോ ഭദ്രാണി എന്ന് പറഞ്ഞ വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്കിവിടെ. ആരാണോ ശ്രദ്ധാപൂർവം ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത്, അവരില് എന്തുണ്ടാവുന്നു? അവരിൽ നല്ല ഗുണങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ നമ്മൾ ഭഗവാനെ കുറിച്ച് ഡെയിലി കേൾക്കുന്ന മാത്രയില് ഈ ഭദ്രാണി എന്ന് പറയുന്നുണ്ടല്ലോ, ഓൾ ഓസ്പീഷ്യസ്നെസ്. അപ്പോ നമ്മൾ ഭഗവാനെ കുറിച്ച് ഇത് കേൾക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മളിലും ആ ഗുണങ്ങൾ ഉണ്ടാകും. ഇനി ജീവ ഗോസ്വാമി അദ്ദേഹത്തിന്റെ ക്രമസന്ദർഭ എന്ന് പറഞ്ഞ പുസ്തകത്തില് അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ്? ഭഗവാന്റെ ഗുണങ്ങള് അതുല എന്ന് പറയും. ആ തുല എന്ന് വെച്ച് കഴിഞ്ഞാല്, തുല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? തുലാസ് എന്ന് പറയാം നമ്മള്. അല്ലെ, നമ്മുടെ നാട്ടില് തുലാസ് എന്തിനാണ്? തൂക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് തുല. അപ്പൊ തുലാസ്. ഇവിടെ കൃഷ്ണന്റെ ഗുണങ്ങള് അതുലയാണ്. അതിനൊരിക്കലും അളക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ അതിന് ഭൗതികമായിട്ടുള്ള ഒരു കമ്പാരിസണും സാധ്യമല്ല. ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ ലീലകളെ കുറിച്ചോ അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചോ കേൾക്കുന്നത് ഭക്തി ബീജം, അതായത് ഭക്തി ബീജത്തിന് വെള്ളമൊഴിക്കുന്നതിന് സമമാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് പോകാൻ സാധിക്കും. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ ഞാൻ അതിന് മറുപടി തരാം. അല്ലെങ്കിൽ ആചാര്യന്മാർ, അതായത് ശ്രേഷ്ഠന്മാരായിട്ടുള്ള വ്യക്തികളെ കോണ്ടാക്ട് ചെയ്തിട്ട് അതിന്റെ ഉത്തരം നിങ്ങൾക്ക് എനിക്ക് പറയാൻ സാധിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം പ്രഭു. താങ്ക് യു പ്രഭു. വളരെ ഹരേ കൃഷ്ണ. നന്നായിട്ട് സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് നീങ്ങിപ്പോവാണ് പ്രഭു ചെയ്തിട്ടുള്ളത്. പ്രഭു തുടങ്ങിയപ്പോ പറഞ്ഞതുപോലെ തന്നെ കാതിലൂടെ കേട്ട് ഹൃദയത്തിലേക്ക് എത്തുന്ന വളരെ നല്ലൊരു ക്ലാസ് പ്രഭു. ഇത്രയും നല്ലൊരു ക്ലാസ് തന്നതിന് ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഞാൻ നന്ദി പറയാണ് പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭുജി. ഹരേ കൃഷ്ണ. മാതാജി പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ്. എല്ലാം ഗുരു, ഹരി ഗുരു വൈഷ്ണവന്മാരുടെ കൃപയാണ് മാതാജി. നമ്മൾക്കൊന്നും അത്ര എന്താ പറയണത് ക്വാളിറ്റീസ് ഇല്ല, പക്ഷേ അവരുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ എന്തെങ്കിലും പറയുന്നു. പ്രത്യേകിച്ച് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു, ഭഗവാൻ പേഴ്സണലാണ്, ഹീസ് നിയർ ടു അസ്. ഒരു പേഴ്സൺ ആയിട്ടാണ് അത് ഭയങ്കരമായിട്ട് സ്ട്രൈക്കായി. ഹരേ കൃഷ്ണ. അത് കുന്തി മഹാറാണി അത്രയും കാര്യമായിട്ടാണ് മാതാജി പറയണത്.
ഹരേ കൃഷ്ണ. പ്രണാമം ഹരേ പ്രഭുജി. കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നന്ദി പ്രഭുജി. വളരെ ഗംഭീരമായ ക്ലാസ്. വളരെ സന്തോഷം. സ്വാഗതം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കഥാമത് പ്രഭു കി ജായ്. ഈ ബുക്ക് എവിടെ കിട്ടും? ഈ ബുക്ക് എവിടെ കിട്ടും? ഏത് ബുക്കാണ് മാതാജി? അതല്ല, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞതാണ് പ്രഭുജി. ക്ഷമിച്ച. ഓക്കെ ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. പ്രഭു പ്രണാം. ഹരേ കൃഷ്ണ പ്രഭു പ്രണാമം. രമ മാതാജി ഒക്കെ ഉണ്ടോ? കണ്ടു പ്രഭു. ഞാൻ കയറാറുണ്ട്. ഹരേ കൃഷ്ണ. ഓക്കെ, ഞാനുണ്ട് ഓക്കെ. പ്രഭു. കേട്ടു കേട്ടു. ഞാൻ ശബ്ദം കേട്ടു. ശാന്തകുമാരി മാതാജിയുടെ രമ മാതാജിനും കേട്ടു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ താങ്ക് യു കൃഷ്ണ പ്രഭു. മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ, വേറെ ഒന്നുമില്ലെങ്കിൽ ക്ലോസ് ചെയ്യട്ടെ പ്രഭു. യെസ് മാതാജി. യെസ് മാതാജി. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഇത്രയും ബിസി ഷെഡ്യൂളിൽ നിന്നും വന്ന് ക്ലാസ് എടുത്തതിന് വളരെ നന്ദി പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു.